ഇതാണ് ചങ്ങലമ്പരണ്ട. ചങ്ങലമ്പരണ്ടൻ്റെ ഒരു തൈലം ഉണ്ടാക്കാനാണ് എനിക്ക്. ഇത് എല്ല് പൊട്ടിയാലും പിന്നെ എല്ലിൻ്റെ വേദനക്കും നല്ലതാണ്. മുട്ട് തേയ്മാനത്തിനൊക്കെ ഇതിൻ്റെ ചമ്മന്തി, ഇതിൻ്റെ തൈലം ഒക്കെ ഉപയോഗിക്കണത്. അപ്പോൾ നിൽക്കുന്ന പിന്നെ അവിടുത്തെ അമ്മായിൻ്റെ കാലിൻ്റെ എല്ലിന് പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഊരിയപ്പോൾ എല്ലിന് ഭയങ്കര വേദന നടക്കുമ്പോഴൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് തൈലം ഉണ്ടാക്കി തേച്ചാൽ നല്ലതാണ്. നല്ല പെട്ടെന്ന് ആശ്വാസം കിട്ടും. അപ്പോൾ നമുക്ക് തൈലം ഉണ്ടാക്കാൻ പോവാം. ഇത് ചെറുതാക്കി ആ വള്ളിയൊക്കെ നാര് കഴുകിയാണ്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇത് മിക്സിയിലിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരക്കണം. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് പിന്നെ അതേക്ക് ചങ്ങലമ്പരണ്ട അരച്ചത് വെച്ചെടുക്കുക. അരച്ചത് വെച്ചിട്ട് പിന്നെ ഇത്ര എണ്ണ കുറച്ച് ആവശ്യത്തിനാണ് ഇപ്പോൾ തൊട്ട് തേക്കാൻ. ഇത്ര എണ്ണയും നല്ല എണ്ണ ഇവിടെ വീട്ടിലാട്ടിയതാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഇളക്കിയിട്ട് കത്തിച്ചിട്ട് നല്ലോണം മൂപ്പിക്കാം. അപ്പം നമ്മളെ ചങ്ങലമ്പരൻ്റെ എണ്ണ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ എണ്ണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് പാകം എന്ന് പറഞ്ഞാൽ ഈ അരച്ച് വെച്ച ചങ്ങലമ്പരണ്ട അതാ മണൽ പരുവാകുന്നതാണ്. ഈ മണൽ പരുവാകുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ. നമുക്കിത് ചൂടാറിയിട്ട് കുപ്പിയിലൊഴിക്കാം. അപ്പം നമ്മളെ ചങ്ങലമ്പരൻ്റെ എണ്ണ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കുപ്പി കൊയ്ക്കാം അരിച്ചാണ്ട്. ചങ്ങലമ്പരണ്ടിൻ്റെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അതാണ് ഇത് പൊട്ടിയ എല്ല്, തേയ്മാനുള്ള എല്ല് തേയ്മാനുള്ള വേദനയൊക്കെ അവിടെയൊക്കെ തേച്ചാൽ നല്ല ആശ്വാസം ഉണ്ടാവും. പെട്ടെന്ന് നീര് വലിച്ചെടുക്കണ ഒരു എണ്ണയാണ് ചങ്ങലമ്പരണ്ട. പിന്നെ കയ്യിൽ ഉപയോഗിക്കുമ്പോൾ മുറിച്ചൊക്കെ നന്നാക്കുമ്പോൾ കൈ തട്ടിയാൽ ചേമ്പ് ചേനയും ചൊറിയണ പോലെ നല്ല ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ എന്നാൽ.